ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് അട ഉണ്ടാക്കാം. റാഗിയുടെ അടയും അരിപ്പൊടിയുടെ അടയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റാഗിപ്പൊടി ഒന്ന് ചെറുതായി വറുത്തുണ്ട്. എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ നമ്മളിത് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. അരിയുടെ അടയ്ക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മളത് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചുവന്നുള്ളി, തേങ്ങ ചിരകിയത്, ഏലക്കായ, ജീരകം ആണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ശർക്കര പാനി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പൊടികളും നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നന്നായി കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ടൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ തേങ്ങയും ചുവന്നുള്ളിയും ഏലക്കയും ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കര ഒരു അരിപ്പയിൽ ഇതിലേക്ക് അരിയിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴാണ് ഇതിൻ്റെ തീ ഓഫാക്കിയിട്ട് വെക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ അടയിൽ ഇങ്ങനെ വിളയിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അട കഴിക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്നില്ല. നല്ല ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ വിളയിച്ചിട്ട്. അതായത് വാട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഉണ്ടാവുക. ഞാനിത് ചുട്ടിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. പുഴുങ്ങണേന് വേറെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന ഇടയ്ക്ക് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇതിലേക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. വെള്ളം കൂടി ആക്കിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്നത്. അതിനുശേഷം ഒരു ഭാഗത്ത് മാത്രം ഇതിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കണം. അതിൻ്റെ അരികു ഭാഗം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് മടക്കാനായിട്ട്. നമ്മൾ പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് റാഗിയുടെ പൊടിയുടെ അടയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ രണ്ട് വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് കിട്ടണം. അതിൻ്റെ ഇലയുടെ കളറൊന്ന് മാറുമ്പോഴാണ് ഇത് സെറ്റായിട്ട് വരിക. അതിൻ്റെ മടക്ക് ഭാഗം വേവാനായിട്ടൊന്നിങ്ങനെ കുത്തനെ പിടിച്ചിട്ട് അതൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ മടക്ക് ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ രുചികരമായ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.